ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് കൺസ്ട്രക്ട് ദ പ്രെഡിക്റ്റീവ് പാസ്റ്റ് ടേബിൾ ഫോർ ദ ഫോളോയിങ് ഗ്രാമർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാമർ. സോ ഈ ഗ്രാമറിന്റെ പ്രെഡിക്റ്റീവ് പാസ്റ്റ് ടേബിൾ നമ്മൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്യണം. അതിനുശേഷം നമ്മുടെ പാഴ്സർ LL1 ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ ലാസ്റ്റത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഒരു ഇൻപുട്ട് സ്ട്രിങ് തന്നിട്ടുണ്ട്. ഈ ഇൻപുട്ട് സ്ട്രിങ് നമ്മുടെ പാഴ്സർ അക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മളെ പ്രെഡിക്റ്റീവ് പാസ്റ്റ് ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പ്രെഡിക്റ്റീവ് പാസ്റ്റ് ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് റിക്കർഷൻ ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ ഗ്രാമറിൽ നമുക്ക് തന്ന ഗ്രാമറിനകത്ത് ലെഫ്റ്റ് റിക്കർഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം, അല്ലേ? അപ്പം ലെഫ്റ്റ് റിക്കർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലെഫ്റ്റ് റിക്കർഷന്റെ ഒരു ആ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ വരുന്നത്? എ ടെൻസ് ടു എ ആൽഫ ഓർ ബീറ്റ. ഓക്കെ, ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മുടെ പ്രൊഡക്ഷൻ റൂൾ വരുന്നതെങ്കിൽ ലെഫ്റ്റ് റിക്കർഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, അവിടെ ലെഫ്റ്റ് റിക്കർഷൻ ഉണ്ട്. കാരണം എന്താണ്? ആരോയുടെ ലെഫ്റ്റ് സൈഡിൽ വന്ന അതേ സിമ്പിൾ തന്നെ ആയിരിക്കും ആരോ കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ എന്താ? ലെഫ്റ്റ് റിക്കർഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കിയാൽ ആരോയ്ക്ക് തൊട്ട് മുമ്പ് എ വന്നു, ആരോ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ആദ്യം വന്ന സിമ്പിൾ നമ്മുടെ എ തന്നെയാണ്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ എ തന്നെയാണ്. അപ്പൊ ഇവിടെ ലെഫ്റ്റ് റിക്കർഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ പ്രൊഡക്ഷൻ വരുവാണെങ്കിൽ നമ്മൾ ഈ ലെഫ്റ്റ് റിക്കർഷനെ എങ്ങനെയാ മാറ്റേണ്ടത്? നമ്മൾ അതിനെ വേറെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രൊഡക്ഷനെ നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെങ്ങനെ എഴുതേണ്ടത്? എ ടെൻസ് ടു ബീറ്റ എ ഡാഷ്. ഓക്കെ, എ ടെൻസ് ടു ബീറ്റ എ ഡാഷ്, പിന്നെ എ ഡാഷ് ടെൻസ് ടു ആൽഫ എ ഡാഷ് ഓർ എപ്സലോൺ. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ റീറൈറ്റ് ചെയ്ത് എഴുതണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? റീറൈറ്റ് ചെയ്ത് എഴുതിയാൽ നമുക്ക് ലെഫ്റ്റ് റിക്കർഷൻ മാറ്റാൻ പറ്റും. ഓക്കെ, അതായത് ഇവിടെ നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫസ്റ്റ് പ്രൊഡക്ഷൻ നോക്കി, ഇവിടെ എ ആണ് വന്നത്, ആരോ കഴിഞ്ഞിട്ട് ബീറ്റയാണ് വന്നത്. സോ ലെഫ്റ്റ് റിക്കർഷൻ ഇല്ല. രണ്ടാമത്തെ നോക്കിയാൽ ആദ്യം എ ഡാഷ് വന്നു, ആരോ കഴിഞ്ഞ് ആൽഫയാണ് വന്നത്, അവിടെയും ലെഫ്റ്റ് റിക്കർഷൻ ഇല്ല, അല്ലെ? അപ്പൊ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് നോക്കി, ഫസ്റ്റ് പ്രൊഡക്ഷൻ നോക്കിയാൽ എസ് ടെൻസ് ടു എ വരുന്നുണ്ട്, എ, പിന്നെ എസ് ടെൻസ് ടു ആ ഒരു ആരോ സിമ്പിൾ, മുകളിലേക്കുള്ള ഒരു ആരോ സിമ്പിൾ വരുന്നുണ്ട്, പിന്നെ എസ് ടെൻസ് ടു ഓപ്പൺ ബ്രാക്കറ്റ് ടി ക്ലോസ്ഡ് ബ്രാക്കറ്റ്. ഓക്കെ, ഇതൊക്കെ നോക്കിയാലും എന്താണ്? എല്ലാം എസ് ടെൻസ് ടു ആണ്. അപ്പൊ ഇതെല്ലാം നോക്കിയാലും എന്താ? ഇവിടെ ലെഫ്റ്റ് റിക്കർഷൻ ഇല്ല, അല്ലെ? അപ്പോൾ ഇത് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു നമ്മുടെ പ്രൊഡക്ഷൻ റൂൾ ആണ്, അല്ലെ? അപ്പൊ ലെഫ്റ്റ് റിക്കർഷൻ, അതായത് പാഴ്സർ, ഈ പ്രെഡിക്റ്റീവ് പാഴ്സർ ഒരിക്കലും ലെഫ്റ്റ് റിക്കർസീവ് ഗ്രാമറിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ലെഫ്റ്റ് റിക്കർഷൻ മാറ്റുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രൊഡക്ഷൻ നോക്കി, ടി ടെൻസ് ടു, രണ്ടാമത്തെ പ്രൊഡക്ഷൻ എന്താ പറയുന്നത്? ടി ടെൻസ് ടു ടി കോമ എസ് ഓർ എസ്, ഇങ്ങനെ വന്നു, അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, ആ ഫസ്റ്റ് പ്രൊഡക്ഷൻ നോക്കിയാൽ ടി ടെൻസ് ടു ടി കോമ എസ് നോക്കിയാൽ ഇവിടെ ലെഫ്റ്റ് റിക്കർഷൻ ഉണ്ട്, അല്ലെ? അപ്പൊ ഇവിടെ ടി ലെഫ്റ്റ് റിക്കർഷൻ വന്നുണ്ടോ? രണ്ടിടത്തും ടി വന്നിട്ടുണ്ട്, അല്ലെ? അതായത് ആരോടെ ലെഫ്റ്റിലും റൈറ്റിലും ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ലെഫ്റ്റ് റിക്കർസീവ് ആണ്. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് മാറ്റി എഴുതുക? അപ്പൊ ഇത് ഏത് ഫോർമാറ്റില്ല? നമ്മുടെ ലെഫ്റ്റ് റിക്കർസീവ് ഫോർമാറ്റ്, അതായത് എ ടെൻസ് ടു എ ആൽഫ ഓർ ബീറ്റ എന്ന ഫോർമാറ്റിലാണ് നമുക്ക് വന്നേക്കുന്നത്, അല്ലെ? അതാണ് ലെഫ്റ്റ് റിക്കർഷന്റെ ഫോം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇതിനെ മാറ്റാൻ പറ്റും? ഇവിടെ നമ്മുടെ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ഈ കോമ എസ് ആണ് നമ്മുടെ ആൽഫ. ഓക്കെ, ഈ കോമ ഒരിക്കലും വിട്ടുപോകരുത്. കോമ എസ് ആണ് നമ്മുടെ ആൽഫ. എ എന്താണ്? ടി മാത്രമാണ്. ഓക്കെ, ബീറ്റയുടെ അവിടെ എസ് ആണ്, ബീറ്റ നമ്മുടെ എസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമ്മുടെ എന്താ, ഏത് രീതിയിൽ ഈ സ്റ്റൈലിലേക്കല്ലേ നമ്മൾ മാറ്റേണ്ടത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ മാറ്റാൻ പറ്റും? എ ടെൻസ് ടു ബീറ്റ എ ഡാഷ് എന്നാണ് ഇവിടെ. അപ്പൊ ഇവിടെ എക്ക് വരെ എന്താ? ടി ആണ്, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ടി ടെൻസ് ടു ബീറ്റയുടെ അവിടെ എന്താ? ബീറ്റയ്ക്ക് വരെ എസ് ആണ്, അല്ലെ? ബീറ്റയുടെ അവിടെ എസ് അല്ലേ? അപ്പൊ എസ്, ടി ടെൻസ് ടു എസ്, പിന്നെന്താണ് വരുന്നത്? ബീറ്റ എ ഡാഷ് എന്ന്, അല്ലെ? അപ്പോ എസ് വന്നു, എ ഡാഷ് വന്നു, എസ്, പിന്നെ എന്ത് വരും? എസ് വന്നു, ടി ഡാഷ് വന്നു, അല്ലെ? എസ് ടി ഡാഷ് എന്ന് എഴുതാം. പിന്നെന്താണ് വരുന്നത്? ടി ഡാഷ് ടെൻസ് ടു, അതായത് എ ഡാഷ് ടെൻസ് ടു, അതാണല്ലോ ടി ഡാഷ് ടെൻസ് ടു ആൽഫ എ ഡാഷ്. ആൽഫ എന്താണ്? കോമ എസ് ആണ്. ഓക്കെ, കോമ എസ് ആണ് നമ്മുടെ ആൽഫ. എ ഡാഷ് എന്ന് പറയുന്നത് ടി ഡാഷ് ആണ്, ഓർ എപ്സലോൺ. ഓക്കെ, ഓർ എപ്സലോൺ. കണ്ടോ? ഇങ്ങനെ നമ്മൾ പ്രൊഡക്ഷനെ മാറ്റി എഴുതി. അപ്പം ഇനി നമ്മൾ എടുക്കുന്നത് ഈ ഏറ്റവും ആദ്യത്തെ പ്രൊഡക്ഷൻ, ലെഫ്റ്റ് റിക്കർഷൻ ഇല്ലാത്ത പ്രൊഡക്ഷൻ, പിന്നെ നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച ഈ രണ്ട് പ്രൊഡക്ഷൻ. കണ്ടോ? ഈ മൂന്ന് പ്രൊഡക്ഷൻ റൂൾസ് ആണ് ഇനി നമ്മൾ അങ്ങോട്ട് കൺസിഡർ ചെയ്യുന്നത്. കാരണം നമ്മൾ ലെഫ്റ്റ് റിക്കർഷൻ മാറ്റിയ പ്രൊഡക്ഷൻസ് മാത്രമേ ഇനി നമ്മൾ അങ്ങോട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ലെഫ്റ്റ് റിക്കർഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തു.
ഓക്കെ, ഇവിടെ നോക്കി നിങ്ങൾക്ക് അറിയാം ആൽഫ, അതായത് ആരോയുടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ടി ആണ്, ആരോയുടെ റൈറ്റ് സൈഡിൽ എസ് ആണ് അല്ലേ. രണ്ടും സെയിം സിമ്പിൾ അല്ല. ഇവിടെ നോക്കി ടി ഡാഷ് ആണ്, ഇവിടെ കോമയാണ്, രണ്ട് സെയിം സിമ്പിൾ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ലെഫ്റ്റ് റിക്കർഷൻ മാറ്റി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് റിക്കർഷൻ കഴിഞ്ഞു. ലെഫ്റ്റ് റിക്കർഷൻ നമ്മൾ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് ഫാക്ടറിങ്ങിന്റെ പെർഫോം ചെയ്യണമെന്നാണ് പറയുന്നത് അല്ലേ. ലെഫ്റ്റ് ഫാക്ടറിങ് നമുക്കൊരു ഫോം ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് ഫാക്ടറിങ് പക്ഷേ ഇവിടെ നമുക്ക് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഫാക്ടറിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ പഴയ വീഡിയോ കാണുക. നമ്മുടെ വീഡിയോയിൽ നമ്മുടെ വീഡിയോസിൽ നമ്മൾ പറയുന്നുണ്ട്, തുടക്കത്തിൽ നമ്മൾ പറയുന്നുണ്ട് ലെഫ്റ്റ് ഫാക്ടറിങ് എന്താണ്, അതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ അത് ആപ്ലിക്കബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ലെഫ്റ്റ് ഫാക്ടറിങ് ഇവിടെ ഉപയോഗിക്കാത്തത്. ലെഫ്റ്റ് റിക്കർഷൻ നമ്മൾ സാധാരണ നോർമൽ രീതിയിൽ നമുക്ക് ലെഫ്റ്റ് റിക്കർഷൻ ഉള്ള അത് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ. ഓക്കെ, പക്ഷേ ഇൻ കേസ് ലെഫ്റ്റ് ഫാക്ടറിങ് വന്നാൽ നമ്മൾ അതും ചെയ്യണം. ഓക്കെ, ലെഫ്റ്റ് റിക്കർഷൻ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ഫാക്ടറിങ് കാണുവാണെങ്കിൽ നമ്മൾ അതും ചെയ്യണം. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു കേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? ഫസ്റ്റ് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് മൂന്നുമാണ് നമ്മുടെ പ്രൊഡക്ഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ. ഇത് നമ്മുടെ ലെഫ്റ്റ് റിക്കർഷൻ മാറ്റിയ പ്രൊഡക്ഷൻ ആണ്, ഈ താഴെ കാണുന്ന രണ്ടെണ്ണം. അങ്ങനെ ഇത് മൂന്നും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ഫസ്റ്റ് കാണാം. ഈ പ്രൊഡക്ഷൻ റൂൾസ് എല്ലാം വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് കാണാൻ പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാണുന്നത് എങ്ങനെയാണെന്ന്? ഫസ്റ്റ് ഓഫ് എസ്, നമ്മൾ എസിന്റെ ഫസ്റ്റ്. എസിന്റെ ഫസ്റ്റ് എന്താണ്? എസിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്ത്? എ വരും, പിന്നെന്താണ് ഈ സിമ്പിൾ വരും, അതായത് എ കോമ, പിന്നെന്താണ് ഈ ആരോ സിമ്പിൾ വരും. അതിനുശേഷം എന്താണ് ഇവിടുത്തെ ഫസ്റ്റ്? എന്താണ്? ഓപ്പൺ ബ്രാക്കറ്റ് ആണ് അല്ലെ, ഓപ്പൺ ബ്രാക്കറ്റ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ്, എസിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ടിയുടെ ഫസ്റ്റ് എന്താ വരുന്നത്? ടിയുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് ടിയുടെ ഫസ്റ്റ് എന്താണ്? എസ് അല്ലെ. ടിയുടെ ഫസ്റ്റ് വരുമ്പോഴത്തേനും എന്താണ്? ഫസ്റ്റ് ഓഫ് എസ് ടി ഡാഷ് നമ്മൾ എടുക്കണം. അപ്പൊ ഫസ്റ്റ് ഓഫ് എസ് ടി ഡാഷ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് എസ് ആണ്. ഇവിടെ എസ് എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കറസ്പോണ്ടിങ് പ്രൊഡക്ഷനിലേക്ക് പോകണം. എസിന്റെ പ്രൊഡക്ഷനിലേക്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് സെയിം തന്നെയാണ് കിട്ടുന്നത് അല്ലെ. എ കിട്ടും, ആരോ കിട്ടും, പിന്നെന്താണ് ഓപ്പൺ ബ്രാക്കറ്റും കിട്ടും. ഓക്കെ, ഒരു കാര്യം പറയാം, ഈ ഫസ്റ്റിനകത്ത് ഒരിക്കലും ക്യാപിറ്റൽ ലെറ്റർ വരത്തില്ല. ടെർമിനൽ, അതായത് ടെർമിനൽ സിമ്പിൾസ് മാത്രമേ വരുള്ളൂ. നോൺ ടെർമിനൽ സിമ്പിൾസ് ഒരിക്കലും വരത്തില്ല. അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഒരിക്കലും വരത്തില്ല. സ്മോൾ ലെറ്റേഴ്സും ഇതുപോലത്തെ സിമ്പിളുകൾ മാത്രമേ വരുള്ളൂ. ക്യാപിറ്റൽ ലെറ്റർ ഒരിക്കലും വരത്തില്ല. അതെപ്പോഴും ഓർത്തിരിക്കുക. ക്യാപിറ്റൽ ലെറ്റർ കാണുവാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താ ഡെറിവേഷനിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷനിലേക്ക് പോയിട്ട് വേണം അവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇനി ടി ഡാഷ്. ടി ഡാഷിന്റെ ഫസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ടി ഡാഷ് അവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ ഏറ്റവും ആദ്യം കിടക്കുന്ന കോമയാണ് അല്ലേ. അപ്പൊ കോമയാണ് ഇവിടുത്തെ ഫസ്റ്റ്. ഇനി അപ്പുറത്തെ ഓറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ? എപ്സിലോൺ. അപ്പം രണ്ടു വശത്തെയും നമ്മൾ കണ്ടുപിടിക്കണം ഫസ്റ്റ്. എത്രയൊക്കെ ഇതുണ്ടോ, എത്രയൊക്കെ വശങ്ങളുണ്ടോ, അവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഇത് കണ്ടുപിടിക്കണം. ഫസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പം എന്താണ്? എപ്സിലോൺ. എപ്സിലോൺ വരും നെക്സ്റ്റ്. എപ്സിലോൺ, എപ്സിലോണിന്റെ ഫസ്റ്റ് എപ്സിലോൺ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടുപിടിച്ചു. ഇതാണ് നമ്മളെ ഫസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എസും ടിയും ടി ഡാഷും ആണ് നമ്മുടെ എസും ടിയും ടി ഡാഷിനെ ഫസ്റ്റ് നമ്മളിപ്പോ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് അറിയോ? നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഫോളോ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലെ. അങ്ങനെയാണ് നമുക്ക് ഫോളോ കണ്ടാലോ? ഫോളോ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ഫോളോ കണ്ടുപിടിക്കാൻ പോവാണ്. ഫോളോ, ഫോളോ ഓഫ് എസ്. എസിന്റെ ഫോളോ ആണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ എസിന്റെ ഫോളോ നോക്കിക്കഴിഞ്ഞാൽ എന്താ? എസ് എന്ന് പറയുന്ന സ്റ്റാർട്ട് സിമ്പിൾ ആണ് അല്ലെ. സ്റ്റാർട്ട് സിമ്പിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡോളർ നമ്മുടെ ഫോളോയ്ക്കകത്ത് മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ ഡോളർ ഇട്ടു. ഈ എന്താണ്? എസ് റൈറ്റ് സൈഡിൽ വരുന്ന പ്രൊഡക്ഷൻ ഏതാന്ന് നോക്കുക. അപ്പൊ ഈ രണ്ട് പ്രൊഡക്ഷൻസിലും എസ് റൈറ്റ് സൈഡിൽ വരുന്നുണ്ട് അല്ലെ. അതായത് ടി ടെൻസ് ടു എസ് ടി ഡാഷ്, എസ് ടി ഡാഷ് വരുന്നുണ്ട്. ഇനി ടി ഡാഷ് ടെൻസ് ടു അതും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ എടുക്കാം, ടി ടെൻസ് ടു എസ് ടി ഡാഷ് എടുക്കാം. അപ്പൊ ഇവിടെ നോക്കിയാൽ നമ്മൾ എസിന്റെ ഫോളോ അല്ലേ കാണുന്നത്. അപ്പൊ അതാണ് നിങ്ങളുടെ ബി. അപ്പൊ നമ്മുടെ ശരിക്കുള്ള ഫോർമാറ്റ് എന്താ? എ ടെൻസ് ടു ആൽഫ, ആൽഫ ബി ബീറ്റ എന്നുള്ളതാണ് അല്ലെ. എ ടെൻസ് ടു, അതായത് എ ടെൻസ് ടു ആൽഫ ബി ബീറ്റ എന്നുള്ളതാണ് നമ്മുടെ ഫോർമാറ്റ് വരുന്നത് മെയിൻ അല്ലെ. അപ്പൊ ബി ഇതാണ്. അപ്പൊ ബി കഴിഞ്ഞ് വരുന്ന ഒക്കെ എന്താ? ബീറ്റയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആൽഫ ഇല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, എ ടെൻസ് ടു ബി ബീറ്റ എന്ന് എഴുതാം. ഓക്കെ, എ ടെൻസ് ടു ബി ബീറ്റ. ബീറ്റ നോട്ട് ഈക്വൽ ടു എപ്സിലോൺ ആണല്ലോ അല്ലെ. അങ്ങനെയാണെങ്കിൽ ബീറ്റ നോട്ട് ഈക്വൽ ടു എപ്സിലോൺ ആണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ റൂൾ എന്താ പറയുന്നത്? ഫോളോ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഓഫ് ബീറ്റ എന്നാണ്. ഓക്കെ, എന്താണ് ഈ ഫോളോ ഓഫ് ബി? അതായത് ഫോളോ ഓഫ് എസ് എന്ന് പറയുന്നതിനകത്ത് എന്ത് വരും? ഫസ്റ്റ് ഓഫ് ബീറ്റ വരും. അതായത് ടി ഡാഷിന്റെ ഫസ്റ്റ് വരും. ടി ഡാഷിന്റെ ഫസ്റ്റ് എന്താ നമ്മൾ കണ്ടുപിടിച്ചത്? ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, നമ്മൾ ടി ഡാഷിന്റെ ഫസ്റ്റ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ കോമയുണ്ട്, എപ്സിലോണും ഉണ്ട് അല്ലെ. പിന്നെ ഇവിടുത്തെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോയ്ക്കകത്ത് ഒരിക്കലും നമ്മൾ എപ്സിലോൺ എഴുതത്തില്ല. അതുകൊണ്ട് നമ്മൾ കോമ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ രണ്ടാമത്തെ നമുക്ക് കിട്ടി കോമ.
ഓക്കെ, എപ്സിലോൺ ഒരിക്കലും ഫോളോ ചെയ്യാതെ എഴുതരുത്, എപ്സിലോൺ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞു. ഇനി അടുത്ത പ്രൊഡക്ഷൻ എന്താണ്? എസിന്റെ അടുത്ത എസ് റൈറ്റ് സൈഡിൽ വരുന്ന അടുത്ത പ്രൊഡക്ഷൻ ഏതാ? ടി ഡാഷ് ടെൻസ് ടു കോമ എസ് ടി ഡാഷ് ഓർ എപ്സിലോൺ. കണ്ടോ? അപ്പൊ ഇത് വന്നു. ഇനി ഇതിന്റെ എന്താണ് വരുന്നത്? നമ്മള് നമ്മുടെ എസിന്റെ മുകളിൽ നമ്മൾ ബി ഇടണം, കാരണം എസിന്റെ ഫോളോ ആണല്ലോ കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ വരുന്ന നോക്കി ആൽഫയും വരും, റൈറ്റ് സൈഡിൽ വരുന്ന എന്താണ്? ബീറ്റയും വരും അല്ലെ? അപ്പൊ ഇവിടെ എ ടെൻസ് ടു വന്നില്ലേ? എ ടെൻസ് ടു ആൽഫ ബി ബീറ്റ. ബീറ്റ നോട്ട് ഈക്വൽ ടു എപ്സിലോൺ ആണ് അല്ലെ? അപ്പൊ ബീറ്റ നോട്ട് ഈക്വൽ ടു എപ്സിലോൺ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരണം? ഫോളോ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഓഫ് ബീറ്റ വരണം അല്ലെ? ഫോളോ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഓഫ് ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? ഫോളോ ഓഫ് അതായത് ഈ ഒരു ബീറ്റ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്താ വരുന്നത്? ഫോളോ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഓഫ് ബീറ്റ വരും അല്ലെ? അതായത് എസിന്റെ ഫോളോയ്ക്കകത്ത് എന്ത് വരും? ബീറ്റയുടെ ഫസ്റ്റ്, അതായത് ടി ഡാഷിന്റെ ഫസ്റ്റ് വരും. ടി ഡാഷിന്റെ ഫസ്റ്റ് എന്താ? ടി ഡാഷിന്റെ ഫസ്റ്റിനകത്ത് കോമയും വരുന്നുണ്ട്, എപ്സിലോണും വരുന്നുണ്ട്. അപ്പൊ പക്ഷെ നമ്മൾ ഓൾറെഡി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു, കോമ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തില്ലേ? ഇനി മൂന്നാമത്തേത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ, മൂന്നാമത്തെ നമ്മുടെ റൂൾ എന്തായിരുന്നു? എ ടെൻസ് ടു ആൽഫ ബി ഓർ എ ടെൻസ് ടു ആൽഫ ബി ബീറ്റ എന്നല്ലേ? ആൽഫ ബി ബീറ്റ ആൻഡ് ഫസ്റ്റ് ഓഫ് ബീറ്റ ഹാസ് എപ്സിലോൺ. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് ഓഫ് ബീറ്റയിൽ എപ്സിലോൺ ഉണ്ടോ എന്ന് നോക്കണം. ടി ഡാഷിനകത്ത് എപ്സിലോൺ ഉണ്ടല്ലോ അല്ലെ? ടി ഡാഷിനകത്ത് നമുക്ക് എപ്സിലോൺ ഉണ്ട് അല്ലെ? ഫസ്റ്റ് ഓഫ് ബീറ്റ ഹാസ് എപ്സിലോൺ അല്ലെ? ടി ഡാഷിൽ എപ്സിലോൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോളോ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഫോളോ ഓഫ് എ ആയിരിക്കും വരുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? ഫോളോ ഓഫ് ബി ഈസ് ഈക്വൽ ടു, അതായത് എസിന്റെ ഫോളോയ്ക്കകത്ത് ടി ഡാഷിന്റെ ഫോളോയും കൂടെ വരുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, കാരണം ഇനി അതായത് ഇപ്പം എസ് മൊത്തത്തിലായില്ല കേട്ടോ, എസ് അപ്പം പൂർണ്ണമായിട്ടില്ല. അപ്പൊ എസ് അവിടെ നിൽക്കട്ടെ. ടി ഡാഷിന്റെ ഫോളോ കണ്ടുപിടിക്കുമ്പോൾ അതെന്താണോ അത് നമ്മൾ എസിനകത്തും കൂടെ ഇട്ട് കൊടുക്കണം. ഓക്കെ, തേർഡ് റൂൾ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ ഈ പറഞ്ഞത്. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടി കണ്ടുപിടിക്കാം. ടിയുടെ ഫോളോ കണ്ടുപിടിക്കാം. ടിയുടെ ഫോളോ എന്താ? ടി റൈറ്റ് സൈഡിൽ വരുന്നത് എന്താണ്? ആദ്യത്തെ ഇത് മാത്രമേ ഉള്ളൂ അല്ലെ? അതായത് എസ് ടെൻസ് ടു എ വരുന്നുണ്ട്, ഓർ ഇത് വരുന്നുണ്ട്, പിന്നെ ഈ ഒരു പ്രൊഡക്ഷൻ റൂളും വരുന്നുണ്ട്. കണ്ടോ? ഇവിടെയാണ് നമുക്ക് ടി റൈറ്റ് സൈഡിൽ വരുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏത് പ്രൊഡക്ഷൻ ആണ്? എസ് ടെൻസ് ടു ഈ പ്രൊഡക്ഷൻ ആണ് അല്ലെ? അതായത് എസ് ടെൻസ് ടു ഈ പ്രൊഡക്ഷൻ. ഉണ്ടോ? അപ്പൊ ഇവിടെ ടിയുടെ ഫോളോ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ബി, ഇതാണ് നമ്മുടെ എന്താണ്? ആൽഫ. സോ ആൽഫ ബി ബീറ്റ. ഓക്കെ, ബീറ്റ നോട്ട് ഈക്വൽ ടു എപ്സിലോൺ ആണെങ്കിൽ എന്താ? ഫോളോ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഓഫ് ബീറ്റ വരും അല്ലെ? എന്താ ഈ ഫസ്റ്റ് ഓഫ് ബീറ്റ എന്ന് പറയുന്നത്? ബീറ്റ എന്താ? ക്ലോസ്ഡ് ബ്രാക്കറ്റ് അല്ലേ? അപ്പൊ ഫസ്റ്റ് ഓഫ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോസ്ഡ് ബ്രാക്കറ്റ് തന്നെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോളോ ഓഫ് ടി എന്താ? ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ്. ഓക്കെ, ഇനി ഫോളോ ഓഫ് ടി ഡാഷ് കണ്ടുപിടിക്കണം. ഫോളോ ഓഫ് ടി ഡാഷ്. അപ്പൊ ഫോളോ ഓഫ് ടി ഡാഷ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ടി ഡാഷിന്റെ ഫോളോ എന്താ വരുന്നത്? ടി ഡാഷ് റൈറ്റ് സൈഡിൽ വരുന്ന പ്രൊഡക്ഷൻ നമ്മൾ എടുക്കണം അല്ലെ? അതായത് ഫസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൊഡക്ഷൻ ഏതാ? രണ്ടാമത്തെ എടുത്തു നോക്കിയേ, ടി ടെൻസ് ടു എസ് ടി ഡാഷ്. ഇവിടെ ടി ഡാഷ് റൈറ്റ് സൈഡിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഫോളോ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ നമ്മുടെ ടി ഡാഷ് ആണ് എന്ത്? നമുക്ക് ബി ആയിട്ട് വരുന്നത്. ഇത് ആൽഫ വരും അല്ലെ? അപ്പൊ എ ടെൻസ് ടു ആൽഫ ബി. ഓക്കെ, ഇവിടെ ആൽഫ ബി. അങ്ങനെയാണെങ്കിൽ തേർഡ് റൂള് അവിടെ എന്താ പറയുന്നത്? ഫോളോ ഓഫ് ബി is equal to ഫോളോ ഓഫ് എ, അതായത് ഫോളോ ഓഫ് ടി ഡാഷ് is equal to ഫോളോ ഓഫ് ടി വരും. ഫോളോ ഓഫ് ടി എന്താ? ഫോളോ ഓഫ് ടി എന്ന് പറയുന്നത് എന്താ? നമ്മളിപ്പോ കണ്ടുപിടിച്ചു ക്ലോസ്ഡ് ബ്രാക്കറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ക്ലോസ്ഡ് ബ്രാക്കറ്റ് വരും അല്ലെ? ക്ലോസ്ഡ് ബ്രാക്കറ്റ് വന്നു. ഇനി അടുത്ത റൂൾ എന്താ പറഞ്ഞേക്കുന്നത്? ടി ഡാഷ് ടെൻസ് ടു കോമ എസ് ടി ഡാഷ്. ഇവിടെ നമുക്ക് ടി ഡാഷ് റൈറ്റ് സൈഡിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ എന്താണ്? അപ്പൊ വീണ്ടും നമ്മളിവിടെ ഇത് നമ്മുടെ ബി ആണ്, ഇത് ആൽഫയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എ. അപ്പൊ എ ടെൻസ് ടു ആൽഫ ബി. തേർഡ് റൂള്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഫോളോ ഓഫ് ടി ഡാഷ് is equal to ഫോളോ ഓഫ് ടി ഡാഷ് തന്നെ വരും. വ്യത്യാസമൊന്നുമില്ല. ഫോളോ ഓഫ് ടി ഡാഷ് is equal to ഫോളോ ഓഫ് ടി ഡാഷ് എന്ന് വരും. വ്യത്യാസമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ കിട്ടിയതിനകത്ത് ഒരു ചേഞ്ചും ഇല്ല, ഇത് മാത്രമേ വരുള്ളൂ. കണ്ടോ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടി ഡാഷിന് കിട്ടിയ ഫോളോ നമ്മൾ എന്ത് ചെയ്യണം? എസിനകത്തും കൂടെ അപ്ലൈ ചെയ്യണം. ഓക്കെ, എസിനകത്തും കൂടെ ഇടണം. ഇപ്പോഴാണ് എസിന്റെ ഫോളോ കംപ്ലീറ്റ് ആയത്. ഓക്കെ, അങ്ങനെ ആയിരുന്നല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇപ്പോഴാണ് എസിന്റെ ഫോളോ എന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയി കിട്ടിയത്. അപ്പൊ നമുക്ക് ഫോളോ കിട്ടി. കണ്ടോ? എല്ലാത്തിനും നമ്മൾ ഫോളോയും കണ്ടുപിടിച്ചു. അപ്പൊ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടോ? നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് കിട്ടിയ ഫസ്റ്റും നമ്മുടെ ഫോളോയും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സിമ്പിൾസ്, ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ റൂൾസുകൾ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫോളോയും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഫസ്റ്റും ഫോളോയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നത്തെ പരിപാടി എന്താ? പിന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പാസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ? അപ്പൊ നമ്മൾ പാസ് ടേബിൾ ക്രിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ.